നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നോർത്ത് അമേരിക്കയിലെ സെന്റ് തോമസ് സിറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്താണ്. പിതാവേ, നമസ്കാരം. എങ്ങനെ പോകുന്നു നോർത്ത് അമേരിക്കയിലെ സിറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ? സിറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ നോർത്ത് അമേരിക്കയിൽ സന്തോഷമായിട്ടും ഭംഗിയായിട്ടും മുന്നേറുന്നുവെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. 11 വർഷത്തിലാണ് ഇപ്പോൾ ഈ രൂപത നിലകൊള്ളുന്നത്. കടന്നുപോയ 11 വർഷങ്ങളെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതിരറ്റ അനുഗ്രഹങ്ങളും കൃപകളും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം ഏറെ വൈദികരുടെ അധ്വാനവും അതിൻ്റെ പരമായ ആളുകളുടെ നല്ല സഹകരണത്തോടുള്ള പ്രവർത്തനവും ഇവിടെ കാണുന്നു. അതുവഴിയായിട്ട് 2 ഇടവക പള്ളികളും 5 മിഷനുകളുമായിട്ട് തുടങ്ങിയ സെൻറ് തോമസ് സിറോ മലബാർ രൂപത ഇന്ന് 29 ഇടവകകളും 34 മിഷനുകളുമായിട്ട് അമേരിക്കയുടെയും കാനഡയിലെയും വിവിധ ഭാഗങ്ങളിലായിട്ട് വളർന്നിരിക്കുകയാണ്. ആളുകളും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അനുഗ്രഹീതമായ രീതിയിലുള്ള വളർച്ച അവരെ കാണിക്കുന്നുണ്ട്. സജീവമായ പങ്കാളിത്തവും കുട്ടികളുടെ മതബോധന കാര്യങ്ങളുടെ താല്പര്യവും വളരെ ആകർഷകമായ രീതിയിൽ എടുത്തു പറയത്തക്ക സവിശേഷത തന്നെയാണ്. ആ രീതിയിൽ വളർച്ചയുടെ പാതയിൽ രൂപത മുന്നേറുന്നു. ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അറ്റ്ലാന്റയിൽ വെച്ച് നടക്കാൻ പോകുന്ന സിറോ മലബാർ രൂപതയുടെ കൺവെൻഷൻ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന പിതാവാണല്ലോ, എങ്ങനെ വിലയിരുത്തുന്നു അതിനെക്കുറിച്ച്? അറ്റ്ലാന്റ കൺവെൻഷൻ വളരെ അനുഗ്രഹീതമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു വലിയ സംഭവമാണിത്. കാരണം 2007 ഇതിനു മുമ്പത്തെ കൺവെൻഷൻ നടന്നത്. അത് ഫ്ലോറിഡയിൽ വെച്ചായിരുന്നു. അതിനുശേഷമുള്ള സഭയുടെ വളർച്ചയിൽ ഏറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. കൺവെൻഷൻ്റെ സംവിധാനങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമായിട്ട് വ്യത്യസ്തമായ വേദികളിൽ ഒരേ സമയം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് യുവജനങ്ങളും സംബന്ധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതുകൂടാതെ ഈ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന പുതിയതായി കർദിനാൾ സ്ഥലത്ത് ഉയർത്തപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുമേനിയുടെ സാന്നിധ്യം ഈ കൺവെൻഷന് വളരെ അനുഗ്രഹീതമായ ഒരു മുതൽക്കൂട്ടായിരിക്കും. അതുകൂടാതെ മറ്റ് സഭാപിതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായതും ആകർഷകമായതും അനുഗ്രഹീതമായൊരു കൺവെൻഷനായിരിക്കും ഇത് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധ പിതാവ് നവസുവിശേഷവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. നാം നമ്മുടെ കുടുംബങ്ങളിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും മിശിഹായുടെ സ്നേഹത്തിൻ്റെ പ്രവാചകരായിരിക്കണം. സ്നേഹം പ്രാവർത്തികമാക്കുന്നവരാകണം. കുടുംബത്തിലെ ഭിന്നതകൾ, സഭയിലെ ഭിന്നതകൾ, സമൂഹത്തിലെ ഭിന്നതകളെല്ലാം ക്രൈസ്തവ സുവിശേഷത്തിൻ്റെ എതിർസാക്ഷ്യങ്ങളാണ്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ കത്തോലിക്കർക്ക് കൊടുക്കുവാനുള്ളത് ഈ കൂട്ടായ്മയുടെ സന്ദേശമാണ്. ദൈവമക്കളെന്നുള്ള നിലയിൽ നാം എപ്രകാരം പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കണം എന്നുള്ളതാണ് സഭയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായി നമ്മുടെ ഇടവകകളിലോ നമ്മുടെ രൂപതയിലോ ഒക്കെയുള്ള എല്ലാ ചിന്താഗതികളെയും പ്രവർത്തന ശൈലികളെയും ഒക്കെ നമ്മൾ പാടെ ദൂരീകരിക്കേണ്ടിയിരിക്കുന്നു. കൂട്ടായ്മയുടെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ഈ കൺവെൻഷനും അതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരു മാനസാന്തരത്തിൻ്റെ അവസരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്. കൺവെൻഷനിലെ പ്രഭാഷകന്മാരും അതുപോലെ തന്നെ കൺവെൻഷനിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു ക്ഷണമായി നമ്മൾ കാണണം. സഭയുടെ കൂട്ടായ്മയിൽ ഒന്നു ചേരുന്നതിനുള്ള കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ക്ഷണമായിട്ട് അതിനെ കാണുക. അപ്പോൾ ഈ കൺവെൻഷൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബജീവിതത്തിൽ, അതുപോലെ തന്നെ സഭയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജീവിതങ്ങളിൽ ഫലപ്രദമായി തീരും. നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ഞാൻ പ്രത്യേകം ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ
അനുസരിച്ച രീതിയിൽ തിരുവചനത്തോട് പ്രതികരിക്കാൻ സാധിക്കുന്ന പരിപാടികൾ ഇതിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ യുവജനങ്ങൾക്കുള്ള പ്രത്യേകമായ പരിപാടികളുണ്ട്. അവയെല്ലാം അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, സഭയിലേക്ക് ഒന്നുചേർക്കുവാൻ സഹായകരമായി തീരട്ടെ. ജീസസ് യൂത്ത് എന്നൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന യുവജന സമൂഹം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഈശോയ്ക്ക് വേണ്ടി ക്രിസ്റ്റീൻ, ഈ രണ്ട് പ്രസ്ഥാനങ്ങളും വിഭാവനം ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും സജ്ജീകരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ പിതാവിൻ്റെ യുവജന സമ്മേളനങ്ങളെല്ലാം ആഗോളതലത്തിൽ നിർവഹിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. സഭയിൽ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആ സാക്ഷ്യം കൊടുക്കുവാൻ ഈ കൺവെൻഷൻ നിങ്ങളെ സഹായിക്കട്ടെ. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെയും നിങ്ങളുടെ രൂപതയുടെയും മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധ തോമാസ് ലീഹ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന് സംരക്ഷിക്കുമാറാകട്ടെ. അൽഫോൻസാമയും നിങ്ങൾക്ക് മാധ്യസ്ഥ സഹായം തരുമാറാകട്ടെ. അതുപോലെ തന്നെ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും സുവിശേഷ സുഹൃതങ്ങൾക്കനുസരിച്ച് വിധേയത്വത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും ശാന്തതയോടും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ. എത്രത്തോളം കുടുംബങ്ങളെ പ്രതീക്ഷിക്കുന്നു ഈ കൺവെൻഷനിൽ? ഒരു 700 കുടുംബങ്ങളെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അല്ലെങ്കിൽ 500-നും 700-നും ഇടയ്ക്ക് ഏകദേശം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നല്ല രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. രൂപതയിലെ വൈദികരെ, പ്രത്യേകിച്ച് വികാരി ജനറൽ അച്ഛനും ചാൾസ് അച്ഛനും ഇടവകൾ സന്ദർശിക്കുന്നുണ്ട്. അതിനോട് കമ്മിറ്റിയിൽപ്പെട്ട മറ്റ് വൈദികർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇടവകൾ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ അറ്റാൻഡയിലെ ഹോസ്റ്റ് പാരിഷ്, സെൻറ്റ് അൽഫോൻസ പാരിഷ് വളരെ സജീവമായ രീതിയിൽ രംഗത്തുണ്ട്. അവിടെ നിന്നുള്ള വിവിധ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ ഇതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഉജ്ജ്വലമായ രീതിയിൽ, വളരെ തീവ്രമായ രീതിയിൽ മുന്നേറുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നല്ല അറ്റൻഡൻസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ബീജങ്ങളുടെ ഭാഗത്ത് കൂടുതൽ സഹകരണം ഉണ്ടാകുകയും അതുവഴിയായിട്ട് സഭാത്മക കാര്യങ്ങൾ കൂടുതൽ അവരെ ബോധ്യപ്പെടുത്താനും, വരുന്ന തലമുറയാണല്ലോ ഇനിയും ഈ സഭ തുടർന്നുകൊണ്ട് പോകാനുള്ളത്, അവരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്ലാനും പദ്ധതിയുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആകർഷമായ രീതിയിൽ ഇത് അനുഭവപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇതിനായിട്ട് ഒരുക്കത്തിൽ ഏർപ്പെട്ടിരിക്കുക. നമ്മോടൊപ്പം ഇന്ന് കൺവെൻഷൻ്റെ ജനറൽ കൺവീനറും വികാരി ജനറാളുമായ ഫാദർ ആൻ്റണി തുണ്ടത്തിലച്ചനും കൺവെൻഷൻ്റെ കോ കൺവീനറും സെൻറ്റ് അൽഫോൻസ പള്ളി വികാരിയുമായ ഫാദർ ജോണി പുതിയ പറമ്പിലച്ചനുമാണ് ഉള്ളത്. എന്താണ് ഈ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തോമാസ് ലീഹായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസവും പാരമ്പര്യവും മൂല്യവും അതിൽ വളരുകയും ആ വിശ്വാസവും പാരമ്പര്യവും മൂല്യങ്ങളും നമ്മുടെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. പിന്നീട് ഉള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജീവിത സൗകര്യമുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിനാൽ തന്നെ കുടുംബങ്ങളും അതുപോലെ തന്നെ യുവജനങ്ങളും വഴിതെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതകളേറെ. ഇവരെല്ലാം സഭയോട് ഒന്നിച്ചു ചേർത്ത് നിർത്തുകയും ആ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും വളർത്തുകയും ചെയ്യുക എന്നത് കൺവെൻഷൻ്റെ ഒരു വലിയൊരു ഉദ്ദേശമാണ്. നമ്മുടെ വിശ്വാസികൾ ഇത്രയും വിസ്തൃതമായ ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് ചെറിയ സമൂഹങ്ങളായിട്ട് ജീവിക്കുന്നത്. അവരെ ഒന്നിച്ചു കൊണ്ടുവരികയും കുടുംബങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ യുവതലമുറയെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുക എന്നത് കൺവെൻഷൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ലക്ഷ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വർഷത്തെ കൺവെൻഷൻ അറ്റ്ലാന്റയിൽ വെച്ച് നടത്താനായിട്ട് അറ്റ്ലാന്റയെ തിരഞ്ഞെടുത്തത്? അറ്റ്ലാന്റ വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള ഇടവക കൺവെൻഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് 1-2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം ചിക്കാഗോ കത്തീഡ്രൽ ഇടവക കഴിഞ്ഞാൽ നമ്മുടെ രൂപതയുടെ മറ്റ് ഇടവകളെ പോലെ വളരെ കൂടുതൽ ആൾക്കാരുള്ള വലിയൊരു ഇടവകയാണ് അറ്റ്ലാന്റ. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും കഴിവ് കൊണ്ടും വളരെ സമ്പന്നമായ ഒരു ഇടവകയാണ് ഈ അറ്റ്ലാന്റ സെൻറ്റ് അൽഫോൻസ ഇടവക. രണ്ടാമത്തെ കാരണം നമ്മുടെ
രൂപതയിലെ ഒത്തിരിയേറെ ഇടവകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ഒരു പ്രദേശമാണ് ഈ അറ്റ്ലാന്റ ഇടവക സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് യാത്രാ സൗകര്യം വളരെ ആകർഷണീയമായ ഒരു കാര്യമായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമായിട്ട് ഈ അറ്റ്ലാന്റ ഇടവകയിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിനാണ് എത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഇടവക ജനങ്ങളുടെ വളരെ സജീവമായ പങ്കാളിത്തവും അവരുടെ സഹകരണവും അവരുടെ വിശ്വാസ ചൈതന്യവും എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്ക് ഇത് ഏറ്റെടുക്കുവാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ഇടവക ഏറ്റെടുത്തതും അത് ഇടവകയോട് ചോദിച്ചതും. ബഹുമാനപ്പെട്ട ജോണി അച്ഛൻ മറ്റ് കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ച് എന്നെ ആ വിവരം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയും ചെയ്തു. ഇടവക വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കൺവെൻഷൻ്റെ വിജയത്തിനായിട്ട് എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിസ്വാർത്ഥമായിട്ട് അധ്വാനിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇടവയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം എല്ലാ കുടുംബക്കാരെയും ഈ കൺവെൻഷനിലേക്ക് ഞാൻ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ സിറോ മലബാർ നാഷണൽ കൺവെൻഷൻ കൊണ്ട് അറ്റ്ലാന്റയിലെ ഇടവക ജന സമൂഹത്തിന് എന്ത് നേട്ടമാണ്? ഇത് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഒന്നിച്ച് പരിശ്രമിക്കുവാനും ഒന്നിച്ച് മുൻപോട്ട് പോകുവാനുമുള്ള വലിയ കൃപയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്നും കൂടുതൽ അകന്നു നിന്ന കുടുംബങ്ങൾ പോലും, ശാന്തമായി നിന്ന കുടുംബങ്ങൾ പോലും ഈ കൺവെൻഷനിലൂടെ കൂടുതൽ ആക്റ്റീവായിട്ട് ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബങ്ങൾ കൂടുതൽ ഒന്നിച്ച് അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഒരു ലക്ഷ്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ള അവസരം വരുമ്പോൾ കൂട്ടായ്മ കൂടുതൽ വളരുകയാണ്. അതുപോലെ ഇടവക സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും കൊച്ചു കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, മാതാപിതാക്കൾ ഒന്നിച്ച് കടന്നു വരാനൊരവസരം അതുവഴി ഇടവകയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. മറുവശത്ത് ഈ കൺവെൻഷനിലൂടെ വലിയ സമൂഹം അറ്റ്ലാന്റയിൽ എത്തിച്ചേരുമ്പോൾ അറ്റ്ലാന്റ കൂട്ടായ്മയെക്കുറിച്ചും അതുപോലെ വീണ്ടും അറ്റ്ലാന്റ ഇടവക സമൂഹത്തിലേക്ക് ഒരുപക്ഷെ അവർക്ക് വരുവാനുള്ള വലിയൊരു പ്രചോദനമായി മാറുകയും തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ ഈ ഇടവകയുടെ ആത്മീയമായിട്ടുള്ള വലിയൊരു വളർച്ചയ്ക്ക് കാരണമായി തീരും. താങ്ക് യു വെരി മച്ച്.